ശ്രീ മഹാകാളി വരാഗി വജ്രകുശീ നമ. നമസ്കാരം. ചന്ദ്രാംകുമാർ ശ്രീരാമ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്നിവിടെ ചിത്തിര 3-4 പാദങ്ങളും ചോതി വിശാഖം 1-2-3 പാദങ്ങളും അടങ്ങുന്ന തുലാക്കൂറുകാരുടെ കൂറുഫലമാണ് പറയാൻ പോകുന്നത്. ഫലങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇഷ്ടകാലങ്ങളെക്കാളേറെ കഷ്ടകാലങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് ഉദ്ദേശം. സാധ്യതയുണ്ട്. മിഥുനമാസത്തിലും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അതേപടി തുടരാൻ സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശ്രദ്ധ വേണം. കർക്കിടക മാസത്തിൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും, ധനവരവുണ്ടാകും, കാര്യവിജയമുണ്ടാകുമെങ്കിലും ബന്ധുകലഹവും അതിലൂടെ ശാരീരിക ക്ഷതമേക്കാനും സാധ്യതയുണ്ട്. ഈ കൂറുകാർ ചെയ്യേണ്ട ചില വിശേഷാൽ വഴിപാടുകൾ ഇവിടെ സൂചിപ്പിക്കും. തിരുവാതിര നാളിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം. ശാസ്താവിന് ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ നാളുകാർ ജപിക്കേണ്ട ചില മന്ത്രജപങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.